നാടോടുമ്പോൾ നടുവേ വലിയ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കോടിക്കണക്കിന് രൂപ നമുക്ക് കിട്ടേണ്ടത് ലഭിച്ചേ പറ്റും. അതിന് ചില നയരൂപീകരണവും നയമാറ്റങ്ങളും നമ്മുടെ കേരളത്തിന് അനിവാര്യമാണ് എങ്കിൽ അത് ചെയ്തേ പറ്റും. അത് ചെയ്തുവെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനേ പറ്റില്ല. അത് കേരളത്തിൻ്റെ പുരോഗതിക്കാണ്, കേരളത്തിന് അവകാശപ്പെട്ട പണം അല്ല, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഔദാര്യമല്ല, നമുക്ക് അവകാശപ്പെട്ടതാണ്. ചില കണ്ടീഷൻസ് ആവശ്യമെങ്കിൽ അതിൻ്റെ പേരിൽ തടസ്സപ്പെട്ടു പോകാതെ കോടാനുകോടി രൂപ നമുക്ക് കിട്ടേണ്ടത് ആദർശങ്ങൾ പറഞ്ഞുകൊണ്ട് നശിപ്പിക്കാതെ അവസരത്തിനൊത്തുയർന്ന് പ്രവർത്തിച്ച് പറക്കാനുള്ള ചിന്തയും ഭാവനയും വൈകിയാണെങ്കിലും ഇന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു എന്ന് നല്ല കാര്യം തന്നെ. പക്ഷെ എന്തെല്ലാം മുദ്രാവാക്യങ്ങൾ മാറ്റി നമ്മൾ ഈ CPI പറയുന്നത് സാമ്പത്തിക സംവരണത്തെ എതിർക്കുന്നവരല്ലേ അവർ, സാമുദായിക സംവരണം പറയുന്നവരല്ലേ അവർ. ഇപ്പം എങ്ങനെ നിൽക്കുന്നു അതിനെപ്പറ്റി പറയാറുണ്ടോ? അപ്പോൾ നമുക്ക് ജനങ്ങൾക്ക് ഉള്ള ഉപകാരമാണ് വേണ്ടത്. പിന്നെ ഇതെല്ലാം ആണെങ്കിലും അവർ അണലും തമ്മിൽ യോജിച്ചു. നിങ്ങളെല്ലാം വാശി പിടിച്ച് ഇങ്ങനെ ഓരോന്നും മൂപ്പിക്കാൻ നോക്കിയാൽ അവർ മൂപ്പിക്കുകയാണ്. പക്ഷേ മുന്നണി മര്യാദ പാലിച്ചില്ലെന്നല്ലാണല്ലോ CPIയുടെ ആരോപണം. അത് മുന്നണി മര്യാദ കാണിക്കും പിണറായി വെച്ച് പാസ്സാക്കി പോയി മുന്നണി മര്യാദ പാലിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അടങ്ങാനുള്ള കാര്യമുള്ളൂ. സാക്ഷാൽ പിണറായി നേരെ വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അതിന് അവസാനിക്കും. ഈ പൊരുതി നിൽക്കുന്ന എന്തിനാണ് CPI എന്ന് മനസ്സിലാക്കുന്നത്? അവർ ജീവിച്ചിരിക്കുന്നത് അറിയിക്കണ്ടേ? കാരണം ഞങ്ങൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു എന്നൊക്കെ പറയണ്ടേ? അല്ലെങ്കിൽ ഇതൊന്നും പറഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞാൽ വേണ്ടി നിന്നാ. ഇതിലെന്തെങ്കിലും അന്തർധാരയുണ്ടോ? ഒരു അന്തർധാരയില്ലേ, ഇത് രാഷ്ട്രീയമല്ലേ. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞിടത്ത് ആരെങ്കിലും നിന്നിട്ടുണ്ടോ? നമുക്ക് ഓരോരുത്തർ ഒരു കഥ പറയുന്നതല്ലേ. ഒരു അന്തർധാരയിലേക്ക് BJP സെൻട്രൽ ഭരിക്കുക. അപ്പോൾ അവരിൽ നിന്ന് ആനുകൂല്യം കിട്ടുന്നതിന് ഇവിടെ കേരളം ഭരിക്കുന്ന CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ കക്ഷികളാണ്. അപ്പോൾ അവിടെ ചർച്ച ചെയ്ത് പലതും വാങ്ങുമ്പോൾ അത് അന്തർധാരയെന്നല്ല പറയേണ്ടത്, പ്രായോഗിക ബുദ്ധി എന്നാണ് പറയേണ്ടത്. പ്രായോഗിക ബുദ്ധി കഴിച്ചുകൊണ്ട് നമ്മുടെ ഗവൺമെന്റിന് ഇവിടെ കിട്ടേണ്ട പണം വാങ്ങേണ്ട കുഞ്ഞ്. ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ടുന്നത് അസ്വാഭാവിക തിരക്കായിട്ട് സംസ്ഥാന സെക്രട്ടറിയാണ് പറഞ്ഞത്. ഏത്